എല്ലാവർക്കും മിതഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. നമ്മളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം വണ്ണം കുറയത്തില്ല. ഞാൻ സാധാരണയായിട്ട് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊന്നും ചെയ്യാറില്ല. കാരണം ഞാൻ പഠിച്ച ഡയറ്ററ്റിക്സിൽ ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ഫേമസ് ഡയറ്റീഷ്യൻ ശ്രേയ അവർ പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് എനിക്ക് വണ്ണം കുറയ്ക്കണ്ട. അപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ അത് റെക്കമെൻഡ് ചെയ്തു, ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ 10 ദിവസം കൊണ്ട് 4 കിലോ കുറയ്ക്കുക എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവളോട് ഞാൻ ഈ 1200 കാലറി ഡയറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കിയിട്ട് അവൾക്ക് 10 ദിവസത്തിനുള്ളിൽ 3 കിലോ കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അയമോദകമാണ്, അജ്വൈൻ. അത് 1/2 ടീസ്പൂൺ, പ്രത്യേകം ശ്രദ്ധിക്കണം, ടീസ്പൂണിൻ്റെ അളവാണ്. നമുക്ക് അയമോദകം സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അജ്വൈൻ ഡൈജഷന് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കറുവാപ്പട്ടയാണ്. അത് ഒരു പിഞ്ച് മതി. പിഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തള്ളവിരലും ചൂണ്ടുവിരലിനും ഇടയ്ക്കുള്ള അത്രയും പിടിക്കുന്ന ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന അത്ര ഉള്ളവേ നമ്മൾ എടുക്കാവുള്ളൂ. കറുവാപ്പട്ട നമുക്ക് ഒരു പിഞ്ച് മതിയാകും. കറുവാപ്പട്ട പൊടിച്ചത്. കറുവാപ്പട്ട വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറുവാപ്പട്ട മായം ചേർന്നതാണ് കൂടുതലും. സിനമോൺ ബാർക്ക് എന്ന് പറയുന്ന കറുവാപ്പട്ടയ്ക്ക് പകരം നമുക്ക് കാസിയ ബാർക്കാണ് നാട്ടിൽ കിട്ടാറ്. കാസിയ ബാർക്കിൽ കൗമാരിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കറുവാപ്പട്ട വാങ്ങുമ്പോൾ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ കറുവാപ്പട്ട ഉണ്ടാകാൻ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കറുവാപ്പട്ട ഷുഗർ പേഷ്യൻസ് കഴിക്കുമ്പോൾ അത് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കറുവാപ്പട്ട ചില ഷുഗർ പേഷ്യൻസിൻ്റെ മെഡിസിനൊപ്പം അത് ഇൻ്ററാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് എപ്പോൾ കഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. കാരണം നിങ്ങളുടെ മെഡിസിൻസായിട്ട് അത് ഇൻ്റർഫെയർ ചെയ്യും. അതുപോലെ ഷുഗർ താന്നു പോകുന്നവരാണെങ്കിൽ ഈ സിനമൺ ഉപയോഗിക്കുമ്പോൾ അത് ബ്ലഡ് ഷുഗർ ലെവൽ താന്നു പോകാനുമുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തുളസി ഇലയാണ്. അതൊരു 2 ഇല മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, ബ്ലാക്ക് പെപ്പർ പൗഡർ. അത് ഒരു പിഞ്ച് മതി. അത് താഴെയാണെങ്കിലും, കാരണം എരിവ് ഒത്തിരി കൂടിപ്പോയാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നത് തെർമോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂടും. അപ്പോൾ അത് വണ്ണം കുറയുന്നതിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത, ഇതൊരു നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, ഫാറ്റ് കട്ടറാണ്, ഡൈജഷൻ പ്രോബ്ലംസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വിൻ്റർ സമയത്ത് വണ്ണം കുറയുന്നതിന് വേണ്ടി, അത് മഴക്കാലത്തും ഒക്കെ വണ്ണം കുറയുന്നതിന് വേണ്ടി കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. കാരണം നമ്മുടെ ജലദോഷവും കഫമൊക്കെ പോകുന്നതിനും ഇമ്മ്യൂണിറ്റി ഏകദേശം 2 ഗ്ലാസ് വെള്ളത്തിലോട്ട് 1/2 ടീസ്പൂൺ അയമോദകം, 1 പിഞ്ച് സിനമൺ പൗഡർ, 2 തുളസി ഇല, ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 പിഞ്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാം. 2-2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് അത് ഏകദേശം കുറച്ച് വറ്റുന്ന ഒരു പരുവം, കുറച്ച് വറ്റി അത് കുറുക്കിയെടുക്കുക. തീ നല്ലപോലെ കുറുക്കാനല്ല, അത്യാവശ്യം അത് വറ്റിച്ചെടുക്കുക. അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കാവുന്നതാണ് ചായയ്ക്ക് പകരം. അതുപോലെ തന്നെ 4 മണിക്ക് ടീ കുടിക്കുന്നവർ ആ സമയത്തും 2 നേരം അത് കുടിക്കാം. ഒരു പർട്ടിക്കുലർ ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം മെലിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റും ഫോളോ ചെയ്യണം. ഇന്ത്യയിലെ തന്നെ ഫേമസ് ഡയറ്റീഷ്യൻ ശ്രേയ, അവരൊരു സെലിബ്രിറ്റി ഡയറ്റീഷ്യനാണ്. അവരുടെ വെയിറ്റ് ലോസ് പ്ലാനിലുള്ളതാണ് ഈ വെയിറ്റ് ലോസ് ടീ എന്ന് പറയുന്നത്. അവർ 10 ദിവസത്തിനുള്ളിൽ 4 കിലോ കുറയും എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തിട്ട് 10 ദിവസത്തിൽ 3 കിലോയാണ് കുറഞ്ഞത്. അതോടൊപ്പം തന്നെ അവൾ 1200 കാലറി വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് പറയുക. ഇത് കുടിക്കുന്നതിന് മുമ്പ് അതിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കാവുന്നതുമാണ്, രാവിലെയും വൈകിട്ടും. 2.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ ബോയിൽ ചെയ്ത് അത് 2 ഗ്ലാസ് ആക്കി അരിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്